തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് ടി.എൻ. പ്രതാപൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രതാപൻ ആരാധനാലയങ്ങൾ സന്ദർശിച്ചും മുതിർന്ന പാർട്ടി നേതാക്കളെ സന്ദർശിച്ചുമാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. ഉത്സവ ചടങ്ങുകൾ നടക്കുന്ന ചൂണ്ടൽ തായങ്കാവിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് മേഖലയിലെ പ്രചരണത്തിന് പ്രതാപൻ തുടക്കം കുറിച്ചത്. ചൊവ്വാഴ്ച ക്ഷേത്രത്തിൽ നടന്ന ദേശവലത്ത് പുറപ്പാടിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷേത്ര സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച പ്രതാപൻ മണ്ഡലത്തിൽ ഉൾപ്പെട്ട എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ചിറ്റാട്ടുകരയിലേക്ക് താമസം മാറ്റിയിരുന്നു. പാർട്ടി യോഗങ്ങളിലും കുടുംബയോഗങ്ങളിലും സജീവമായിരുന്ന പ്രതാപൻ പ്രചരണ പ്രവർത്തനത്തിലേക്കും കടന്നതോടെയാണ് ക്ഷേത്ര ദർശനത്തിനും നേതാക്കളെ സന്ദർശിക്കാനും തുടക്കമിട്ടത്. ക്ഷേത്രത്തിലെത്തിയ ഭക്തരോട് കുശലം പങ്കുവച്ചും വിശേഷങ്ങൾ ആരാഞ്ഞും അദ്ദേഹം 20 മിനിറ്റിലേറെ സമയം ചിലവഴിച്ചു. ഇതിനിടെ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഭക്തർക്കും ഒപ്പം ഫോട്ടോയെടുക്കുന്നതിന് പോസ്റ്റ് ചെയ്യാനും പ്രതാപൻ തയ്യാറായി. ക്ഷേത്രദർശനം പൂർത്തിയാക്കിയതിനെ തുടർന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ സന്ദർശിക്കാനായി അദ്ദേഹം മടങ്ങി. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ, ഗ്രാമപഞ്ചായത്ത് അംഗം അനീഷ് ആന്റണി, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബാലചന്ദ്രൻ പൂലോത്ത്, കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ധനീഷ് ചുള്ളിക്കാട്ടിൽ തുടങ്ങിയവരും പ്രാദേശിക നേതാക്കളും പ്രതാപനൊപ്പം ഉണ്ടായിരുന്നു.